friends, welcome back to our channel. എൻ്റെ പേര് സനമരിയജു. ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരു ഗെയിമിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് ബോർ അടിക്കുമ്പോൾ ഒക്കെ കളിക്കാം. നമ്മുടെ ഫോണിൽ, ടാബ്ലറ്റിലൊക്കെ കളിക്കാൻ നമുക്ക്. അപ്പോൾ ഈ ഗെയിം ഞാൻ എൻ്റെ ടാബ്ലറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കുന്നത് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കുന്നതിനെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്പ് നമുക്കൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ബൈ നമ്പർ എന്ന് പറയുന്ന മുന്നേ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പെയിൻറ്റ് ബൈ നമ്പറിൻ്റെ കുറേ ഐറ്റംസ് ഇങ്ങനെ തരും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഐറ്റമാണ് എടുക്കുന്നത്. അതിനകത്ത് പെയിൻറ്റ് ബൈ നമ്പർ, കളർ ബുക്ക്, കളർ ബൈ നമ്പർ എന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാം. നമുക്കിത് ഇൻസ്റ്റാളായി വന്നു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഓപ്പൺ എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ കിട്ടും. അത് വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളത് തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ സ്പെല്ലിങ്സ് കാണാൻ പറ്റും. ന്യൂ സ്പേസ് ക്രിസ്മസ് വരാൻ പോകുന്നതുകൊണ്ട് ക്രിസ്മസും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂ എന്ന് പറയുന്നതിനകത്ത് നിറയെ എണ്ണമുണ്ട്. ഇതുപോലത്തെ നിറയെ ന്യൂവിനകത്ത് ഇങ്ങനെ നാച്ചുറൽ അതുപോലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. ബാക്കി ക്രിസ്മസ് ഐറ്റംസ് മാത്രം. ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും അതിൻ്റെ മാത്രമായിട്ട് തിങ്സാണ്. ന്യൂവിന് മാത്രം വേറെ പോലെ. അപ്പോൾ നമ്മളുടെ അടിയിലായിട്ട് നിറയെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ലൈബ്രറി എന്ന് വെച്ചാലാണ് ഇത്. പിന്നെ ഇതിൻ്റെ പേരാണ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തേക്കും കിട്ടുന്നത്. പിന്നെ ന്യൂസിൽ വന്ന് ഇതുപോലത്തെ സാധനങ്ങൾ. പിന്നെ മൈ വർക്കിനകത്ത് നമ്മൾ ഫിനിഷ്ഡ് ചെയ്തതും നമ്മൾ ഡൗൺലോഡ് ചെയ്തതും നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യം വേണമെങ്കിൽ അതിനകത്ത് നോക്കി നമുക്ക് ആർക്കും വേണമെങ്കിൽ ഷെയറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെയാണല്ലോ കുറച്ച് തീർന്നത് മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ലൈബ്രറി നോക്കിയാൽ ഞാൻ ആദ്യം ഇതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമുക്ക് ഇത് എന്തെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുകളിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ഇവിടെ നീട്ടി നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെ നീട്ടി കാണിച്ചു തരും. ഇതുപോലെ. ഇപ്പോൾ ഇതിങ്ങനെ നീട്ടിയപ്പോൾ തന്നെ എനിക്ക് കുറേ നമ്പേഴ്സ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ താരയായിട്ട് നിറയെ നമ്പേഴ്സ് കളേഴ്സും ഒരുമിച്ചുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരെണ്ണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബ്ലൂ ഇവിടെ ആദ്യത്തെ നമ്പർ ഇവിടെ ആയി. ഇങ്ങനെ അപ്പോൾ രണ്ടാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ഒന്നും ചെയ്യില്ല, തന്നെ വരും. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്കൊന്ന് അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്കൊന്ന് ഇവിടെ ഇങ്ങനത്തെ സാധനത്തിൽ വീഡിയോ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോ അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ കളർ ചെയ്തോ അത് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കുറേ നെയിമുകൾ കിട്ടും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡൗൺലോഡ്, ഷെയർ വീഡിയോ. ഇത് വീഡിയോ ആയിട്ടുള്ള നമുക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അടുത്ത വീഡിയോ വരുന്ന വീഡിയോ നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് സേവ് എന്ന് പറയുന്ന കാണിക്കും. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇത് ഡൗൺലോഡ് ആയാൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തപ്പോൾ ഒരെണ്ണം തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരെണ്ണം നെക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇത് 7 എണ്ണേ ഉള്ളൂ, 7 കളേഴ്സേ ഉള്ളൂ, 7 എണ്ണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ആയിട്ട് നെക്കി കൊടുക്കാം.
ഇത് ഒറ്റെണ്ണം കണ്ടില്ലെങ്കിൽ നമുക്ക് ഫ്രീനകത്ത് നിൽക്കാം. ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഭാഗമൊക്കെ കിട്ടും. ഇപ്പം നമുക്ക് ഒന്നും കണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം. ഇപ്പം നമ്മളത് കഴിഞ്ഞു. ഇപ്പം മൂന്നാമത്തെയാണ്. അത് നമുക്ക് ഇങ്ങനെയായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളത് കഴിഞ്ഞു. ഇനി നമ്മൾ ലീഫാണ്. അപ്പോൾ നമ്മൾ ഈ ലീഫിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഫ്രീയിൽ നിൽക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും, നന്നായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. തിരിഞ്ഞി ഇങ്ങനെ സാധാരണ പോലെ വിടുമ്പോൾ ആ നമ്പേഴ്സൊന്നും കാണില്ല, നന്നായിട്ട് വിടും. അപ്പോൾ ഇങ്ങനെ വിടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ആ നമ്പേഴ്സൊക്കെ കാണാൻ പറ്റും. അത് ഇതിങ്ങനെ സാധാരണ പോലെ ബോക്സ് ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പോയിക്കോളും. അപ്പോൾ നമ്മളതും കഴിഞ്ഞു. ഈ ലാസ്റ്റത്തെ നമ്പറാണ്. അത് നമുക്ക് ഈ സ്റ്റെമ്പ് പോലത്തെ സാധനം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇത് ഇത് എന്തിൻ്റെ പേരാണെന്ന് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതും കാണിച്ചു തരാം. നമുക്കൊന്നുകൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എങ്ങനെയാണ് തൊട്ടേന്നൊന്നും കാണിച്ചു തരില്ല. ഇതെങ്ങനെയാണ് കളർ അടിച്ചതെന്ന് മാത്രമേ ഇതിനകത്ത് കാണിച്ചു തരുള്ളൂ. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ തന്നെ ഓഫായും. അപ്പോൾ നമ്മൾ ഷെയർ വീഡിയോ ചെയ്യാം, ഷെയറും ചെയ്യാം. ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഷെയർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിട്ട് നമുക്ക് വാട്സപ്പാണോ അങ്ങനത്തെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പിലാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ പേരിൽ ഇങ്ങോട്ട് തരും. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കും മാമനുമായിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഭാഗം കിട്ടും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ എത്ര ചെയ്തു ഇതുപോലെ ഇങ്ങനെ കാണിക്കും. ഇതിങ്ങനെ അപ്പോൾ നമുക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇതാണ്. ഇങ്ങനെയായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ ഷെയർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് കളയാം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡിലോട്ട് പോയിട്ട് ഡൗൺലോഡ് എടുത്തു. അപ്പോൾ നമ്മൾ ഇതാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മൾ കഴിയുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ തരും. ഡൗൺലോഡ് ചെയ്താലും അത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കിട്ടും. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി തന്നെ ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ആക്കും. അതിനകത്ത് ഇങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും. റീസ്റ്റാർട്ട്, പിന്നെ ഡിലീറ്റ്, പിന്നെ ഷെയർ വീഡിയോ, ഷെയർ, ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് കളയണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷനിൽ നിൽക്കാം. ഇത് ഷെയർ വീഡിയോ ആണെങ്കിൽ ഷെയറും ചെയ്യാം. ഇപ്പം നമുക്ക് ഇത് എങ്ങനെ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് ഫോട്ടോ ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷെയറിൽ മാത്രമായിട്ട് ക്ലിക്ക് ചെയ്താൽ ഷെയർ വീഡിയോയിലല്ല, ഷെയർ വീഡിയോ ആണ് വീഡിയോ ആയിട്ടാണ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. മറ്റേ പോലെയല്ല, ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ആർക്ക് വേണോ ഷെയർ ചെയ്യുന്ന അതുപോലത്തെ വീഡിയോസ് നമുക്കിപ്പം അമ്മയ്ക്ക് അതുപോലെ ആർക്കൊക്കെയാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം. ഇപ്പോൾ 2 പേർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അതേപോലെ അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ആയിട്ടാണ് കിട്ടിയത്. മുന്നേ നമുക്ക് വീഡിയോ ആയിട്ടാണല്ലോ കിട്ടിയത്. ഇത് നമുക്കൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അമ്മേൻ്റെ ഒന്ന് നെക്കി നോക്കാം. അപ്പോൾ നമുക്കിത് ഫോട്ടോ ആയിട്ട് കിട്ടി. ഇത് നമുക്ക് വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ നിൽക്കണം.
അപ്പോൾ ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ പഠിപ്പൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ ഇത് നമുക്ക് ഈ ഗെയിംക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ഗെയിമാണ്. അപ്പോൾ ഇതിന് കറണ്ട് നെറ്റ് പോയാലാണ് പ്രശ്നം. നെറ്റ് കുറച്ചും കൂടെ വേണം. ചിലതിനൊക്കെ നെറ്റ് വേണ്ടായിട്ടേക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.